പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് കാണുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നമ്മെ പരിപാലിച്ച് ഈ പ്രഭാതത്തിൽ ഉണർത്തിയ നീതി സൂര്യൻ്റെ ആ പ്രഭാതകിരണങ്ങൾക്ക്, നീതി സൂര്യൻ്റെ നന്മകൾക്ക്, പരിപാലനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം വേദവചന ധ്യാനത്തോടെ നമുക്ക് ആരംഭിക്കാൻ ആധാരമായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 32 വാക്യം വായിക്കുന്നു. ജോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 32. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്ന കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഹല്ലേലൂയ. യോവേൽ പ്രവചനം 2-ാമത്തെ അധ്യായമാണ് വായിച്ചത്. യോവേൽ പ്രവചനം 1-ാമത്തെ അധ്യായം കേട്ട് കേൾവി പോലും ഇല്ലാത്ത അനീതിയും അക്രമവും നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് പ്രവാചകനിലൂടെ അറിയിക്കുന്നതാണ് 1-ാമത്തെ അധ്യായം. അകത്തിരിക്കുന്നവൻ, അത് മണവാട്ടി ഉള്ളറയും മണവാട്ടി അകത്തളവും വിട്ട് പുറത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ, ഉപവാസം പ്രസിദ്ധപ്പെടുത്താൻ, ഒരു വലിയ ഉപവാസം പ്രസിദ്ധപ്പെടുത്താൻ 2-ാം അധ്യായം ആരംഭിക്കപ്പോൾ പറയുകയാണ്. ഒരു വലിയ ഉപവാസത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്. പുരോഹിതന്മാർ വസ്ത്രം കീറി തലയിൽ രട്ടെടുത്ത് മുണ്ടെടുത്ത് ഇറങ്ങി വരട്ടെ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളത്തിന്റെ കീറി ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള വലിയൊരു ആഹ്വാനം നമുക്കതിനകത്ത് കാണാം. ദേശം അന്യാധീനപ്പെട്ടു പോയി. അതിനകത്ത് ആ കാഠിന്യത്തിന്റെ, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയ ദൈവജനത്തിന്റെ കാഠിന്യത്തിന്റെ ആഴം കുറിക്കുന്ന വാക്കുകളുണ്ട്. പച്ചപ്പുഴുവും തിന്ന് ശേഷിപ്പിച്ചതിനെ വെട്ടിക്കിളി നിന്ന് ശേഷിപ്പിച്ചതിനെ തുള്ളൻ നിന്ന് ശേഷിപ്പിച്ചതിനെ വിട്ടിൽ. അങ്ങനെ എല്ലാം നശിച്ചു പോകുന്ന വയലുകളും പേറും പിറപ്പും കന്നുകാലികളും അതേ താമസിക്കുന്ന പട്ടണവും എല്ലാം ഒരുപോലെ നശിച്ചു പോകുന്ന, ആഴത്തിൽ തകർന്നു പോകുന്ന ഒരരുളപ്പാടിന് ശേഷം തിരിച്ചൊരരുളപ്പാട് പറയുക. തന്നെത്താൻ താഴ്ത്തി ഹൃദയനുറുക്കത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരുവനെ ദൈവം രക്ഷിക്കും. പിന്നീട് കാണാം യോവേലിന്റെ ആ കണ്ടിന്യൂവേഷൻ. ഇത് ദൈവജനത്തിന് ഒരു പാഠമാണ്. നീ അകന്ന് ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ആ പാതാരബിന്ദത്തിലേക്ക് അടുത്തു വരുമ്പം നിന്നോട് പറയുന്ന, ഇന്ന് ദൈവത്തിൽ നിന്ന് ദൂരത്തിലാണെങ്കിൽ നിന്നോടുള്ള ദൂതാണിത്. കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, ഒരു റെസ്റ്റോറേഷൻ, യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ ഒരു അരുളപ്പാട് പറയുക. വാ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുവാ. ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്ത്. മണവാളൻ ഉള്ളറയും മണവാട്ടി മണിയറയും വിട്ടിറങ്ങി വരട്ടെ. പുരോഹിതന്മാർ വരട്ടെ. വീണക്കാർ, കുഴലൂതുന്നവർ സകലവരും വരട്ടെ. എല്ലാവരും ആബാലവൃദ്ധം ഉപവാസം പ്രസിദ്ധപ്പെടുത്തട്ടെ. ഫലം വരികയ. ഉപവാസം പ്രസിദ്ധപ്പെടുത്തി തങ്ങളെ തന്നെ താഴ്ത്തിയ ദൈവജനത്തിനു വേണ്ടി ഫലം വരികയ. ആ ഫലത്തിനകത്ത് ഇനിയും ആ നിർജ്ജന പ്രദേശം ചാഞ്ചാടും. മണവാളിനും മണവാട്ടിയും ഉണ്ടാകും. നഷ്ടപ്പെട്ടത് എവിടേക്കാണോ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരുന്ന, മുഴുവൻ മടങ്ങി വരുന്ന ഒരു പ്രത്യേകത പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മറുപടിയായി അവിടെ തന്നെ എഴുതുന്നു, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം മടക്കി തരും. പച്ചപ്പുഴും വെട്ടിക്കിളിയും തുള്ളനത്തിന് ശേഷിപ്പെട്ടല്ലോ, അതിൽ നിന്ന് ദൈവം വർദ്ധിപ്പിക്കും. എന്നിട്ട് ആ വചനത്തിനകത്ത് നമ്മളൊക്കെ അറിയുന്നത് പോലെ നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ള വാക്ക് പറയുന്നുണ്ട്. അധികാരത്തെ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കുഞ്ഞെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് പറയാൻ ഒരു അരുളപ്പാടുണ്ട്. ദൈവത്തിൽ നിന്നുള്ള വഴി മാറിയാണെങ്കിൽ ഒന്ന് ട്രാക്കിലേക്ക് വാ, ആ പാതപിടത്തിലേക്ക് അടുത്തു വാ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു തീരുമാനത്തോടെ അടുത്തു വാ. കൈവിട്ടു എന്ന് പറയുന്ന ഇടത്ത് ദൈവത്തിന്റെ മാറോട് ചേർത്ത് പിടിക്കും.
ലോകക്കാരും വീട്ടുകാരും നാട്ടുകാരും അവർ കൈവിട്ട് പോയി എന്ന് പറയുന്നിടത്ത് ഇതൊരു ശാപമാണ്, തകർച്ചയാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് മാത്രം ഒരു മറുപടി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഒരു വിടുതലില്ലാത്തത് എന്ന് ചോദിച്ച് വേദനപ്പെട്ട് വേദനപ്പെട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന നിന്നോട് പറയുക, കർത്താവിലേക്കൊന്ന് മടങ്ങി വന്നേ. കർത്താവ് നിന്നെ വിടുവിക്കുന്നു. കർത്താവ് നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നു. നഷ്ടപ്പെട്ടത് മടക്കി തരുന്നൊരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന ദൈവം, നഷ്ടത്തിൽ ലാഭമാക്കുന്ന, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം. 10 ദ്രഹ്മയുള്ള ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഒരു ദ്രഹ്മ പോയോ? അല്ല, നീ ഒരു ജോലിയുണ്ട്, ആ പെര മുഴുവൻ തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കി വിളക്ക് കത്തിച്ച് നോക്കിക്കേ, ആ ദ്രഹ്മ അവൾക്ക് തിരിച്ചു ലഭിക്കുന്നു. 100 ആടുള്ളവന്റെ ഒരു ആട് എവിടെയോ വഴിവെക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ 99 വാടിനെ വിട്ട് അതിനെ കൂട്ടിനകത്താക്കിയിട്ട് ഒരാടിന് വേണ്ടി കടന്നുപോയ മനുഷ്യന് ആടിനെ തിരിച്ചു ലഭിക്കുന്നു. സ്നേഹിതരോടും കൂട്ടുകാരോടും ഒരുമിച്ച് സന്തോഷിക്കുന്നു. 2 മക്കളുള്ള അപ്പന്റെ ഒരു മകൻ നാട് വിട്ടുപോയി. മുടിയനായ പുത്രൻ എന്ന് പേർ പറയുന്ന അവൻ പോയി മടങ്ങി വരുവോളം കാത്തിരുന്ന അപ്പൻ അവന് വേണ്ടി മുദ്രാമോതിരവും അവന് വേണ്ടി തടിച്ച കാളയും മറുത്ത് ഒരാഘോഷം പോലെ റിസീവ് ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ മുടിയനായ പുത്രന്റെ അപ്പനെ പോലെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കൈവിട്ട് കളയാതെ, നിന്നെ ഉപേക്ഷിക്കാതെ, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു യഥാസ്ഥാനത്തിലേക്ക് ഒരു റെസ്റ്റോറേഷനിലേക്ക് മടങ്ങി വരുവാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വായിച്ചു കേട്ട വചനം അതിന്റെ അവസാനത്തെ ഭാഗമാ, ഇതിന്റെ കൺക്ലൂഷനാ. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, സാഹചര്യങ്ങൾ ഇന്നലെ വരെയുള്ള ഈ ടൈം വരെയുള്ള സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിന്നോട് പറയാനുള്ള അരുളപ്പാടാ, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന കുഞ്ഞെ, നീ രക്ഷപ്പെടും. നീ രക്ഷിക്കപ്പെടുക, നീ രക്ഷപ്പെടുക. യഹോവ അരുളിച്ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരുമുണ്ടാകും. ഒരു രക്ഷിത ഗണം, അതിന് പറയുന്ന വാക്ക് റംനൻസ്, ഒരു ശേഷിപ്പ്. ദേശവും രാജ്യവും എല്ലാം അകന്നു പോകുമ്പം ദൈവം ശേഷിപ്പിക്കുന്ന ഒരു ശേഷിപ്പ്. അതിൻ്റെ അകത്ത് ദൈവം വിളിപ്പാനുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമുണ്ട്. ഇന്ന് ആ ഗണത്തിനകത്തേക്ക്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് കുഞ്ഞെ നീയൊന്ന് വന്നേ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ പേര് രക്ഷിത കിടമെന്ന റംനറ്റിനകത്ത് ശേഷിപ്പുണ്ടല്ലോ. ആ ശേഷിപ്പിനകത്ത് ദൈവം ഇതിലെ നീയുണ്ട്. സമർപ്പണത്തോടെ ഈ സന്ദേശം കേട്ട് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വരുന്നത് നീയുണ്ട്. ആ രക്ഷിത ഗണത്തിനകത്ത്, ആ ശേഷിപ്പിനകത്ത് നീയുണ്ട്. ആ റംനറ്റിൽ ഒരുവൻ നീയാ കുഞ്ഞെ. കൈവിടാത്ത ദൈവം നിന്നോട് കൂടെയുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചേർന്ന് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവർ, മറ്റ് സമർപ്പണത്തോടെ കാത്തിരിക്കുന്ന സകലവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു രക്ഷിത ഗണം, ഒരു ശേഷിപ്പ്, ഒരു റംനന്റ് അതിനകത്ത് ദൈവം കൈവിടാതെ ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അസാധാരണമായ ദൈവസ്ഥാനത്തിൽ കൊണ്ട് മറയ്ക്കും. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ഉറപ്പിക്കും. ദൈവകരം കൂടിരിക്കുന്നതിനായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കര കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അസാധാരണ ദൈവസ്ഥാനത്തിൽ കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ നടത്തി പരിപാലിക്കുന്നു. ദൈവരമയ്ക്കായി സ്തോത്രമപ്പ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ എടുക്കും. തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിന് കേൾക്കുന്നവരെ ഉൾപ്പെടുത്തിയതിനായി നന്ദി. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറയട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവിൻ്റെ ആത്മാവോട് ചേർന്ന് നിൽക്കാം. താങ്ക് യു സോ മച്ച്.